കഴിഞ്ഞ വീഡിയോയിൽ പോൺ അഡിക്ഷനെക്കുറിച്ച് ആളുകൾ വിശ്വസിക്കുന്ന 5 തെറ്റിദ്ധാരണകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അവസാനം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. റിക്കവറി സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അതിലേക്ക് കിടക്കാം. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ ബ്രെയിൻ സ്ഥിരമായി ഒരേപോലെ നിൽക്കുന്നതല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അത് മാറുന്നു, അത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ. ശാസ്ത്രജ്ഞർ ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. അതൊരു വലിയ വാക്കാണ്, പക്ഷേ അർത്ഥം ലളിതമാണ്. നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങളുടെ ശീലങ്ങൾക്കനുസരിച്ച് ബ്രെയിൻ സ്വയം പുനർനിർമ്മിക്കാൻ കഴിയും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഏതെങ്കിലും കാര്യം, ഇത് മാത്രമല്ല, നിങ്ങളുടെ ബ്രെയിനിൽ ഒരു പാത ഉണ്ടാകുന്നു. നിങ്ങളത് കൂടുതൽ തവണ ചെയ്യുമ്പോൾ ആ പാത കൂടുതൽ ശക്തമാകുന്നു. കാലക്രമേണ അത് എളുപ്പമുള്ള പാതയായി മാറുന്നു, ഡിഫോൾട്ട് പാത. നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കാതെ തന്നെ അവിടേക്ക് പോകുന്നു. ഇത് തന്നെയാണ് ആദ്യം ആ ശീലം ഇത്രയും ശക്തമായതിൻ്റെ കാരണം. നിങ്ങൾ ദുർബലനായതുകൊണ്ടല്ല, ബ്രെയിൻ ചെയ്യുന്നത് പോലെ തന്നെ അത് ചെയ്യുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന പാത അത് പിന്തുടരുന്നു. ഇപ്പം നല്ല വാർത്ത ഇതാണ്. എന്തെങ്കിലും ആവർത്തിക്കുന്നത് ആ പാതയെ ശക്തമാക്കുന്നുവെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കുന്നത് ആ പാതയെ ദുർബലമാക്കും. സാവധാനം, കാലക്രമേണ ഫ്യൂവലില്ലാതെ ആ പഴയ പാത മാഞ്ഞു പോകാൻ തുടങ്ങും. അതൊരു രാത്രിയിൽ ഇല്ലാതാക്കില്ല, പക്ഷെ അത് മാഞ്ഞു പോകും. അതേസമയം വേറൊരു കാര്യവും സംഭവിക്കുന്നു. നിങ്ങൾ പകരം ഒരു പുതിയ പ്രവൃത്തി തിരഞ്ഞെടുക്കുമ്പോൾ, ചെറുതായ ഒന്നായാലും, നിങ്ങളുടെ ബ്രെയിൻ ഒരു പുതിയ പാത നിർമ്മിക്കാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ ഈ പുതിയ പാത ദുർബലവും ചെറുതുമാണ്. അത് ബുദ്ധിമുട്ടായി തോന്നും. അത് സ്വാഭാവികമല്ലെന്ന് തോന്നും. അത് സാധാരണമാണ്. എല്ലാ പുതിയ ശീലവും തുടക്കത്തിൽ ബുദ്ധിമുട്ടായി തോന്നും. കാരണം ആ പാത പുതിയതും വളരെ കുറച്ചുപയോഗിച്ചതുമാണ്. പക്ഷേ നിങ്ങൾ ആ പാതയിലൂടെ ഓരോ തവണ നടക്കുമ്പോഴും അത് കുറച്ചുകൂടി ശക്തമാകുന്നു, കുറച്ചുകൂടി എളുപ്പമാകുന്നു, കുറച്ചുകൂടി സ്വാഭാവികമാകുന്നു. ഇതാണ് മിക്ക ആളുകൾക്കും മിസ്സാകുന്ന ഭാഗം. അവർ പെട്ടെന്ന് മാറ്റം പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ബ്രെയിന് ശരിക്കും മാറാൻ ആവർത്തനങ്ങൾ വേണം. ഒരു വലിയ നിമിഷം പോരാ. അപ്പോൾ ആദ്യകാല റിക്കവറി ബ്രെയിനിനുള്ളിൽ എങ്ങനെയിരിക്കും? ആദ്യ ദിവസങ്ങളിൽ നിങ്ങളുടെ ബ്രെയിൻ പഴയ ശീലത്തിനായി ധാരാളം ആഗ്രഹിച്ചേക്കാം. ഇത് പഴയ പാത ഇപ്പോഴും ശക്തമായതുകൊണ്ടും ഒരുതരം പ്രതിഫലത്തിന് ശരീരം ശീലിച്ചതുകൊണ്ടുമാണ്. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ്. ഇത് നിങ്ങളുടെ ബ്രെയിൻ പൊരുത്തപ്പെടുന്നതാണ്, തകരുന്നതല്ല. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ 2 കാര്യങ്ങൾ ഒരേ സമയം സാവധാനം സംഭവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഉപയോഗിക്കാത്ത എല്ലാ ദിവസവും പഴയ പാത കുറച്ചുകൂടി ദുർബലമാകുന്നു. നിങ്ങൾ പകരം ഉപയോഗിക്കുന്ന പുതിയ പാത നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ദിവസവും കുറച്ചുകൂടി ശക്തമാകുന്നു. ഇതുകൊണ്ടാണ് വെറുതെ നിർത്തുക എന്ന് ശ്രമിക്കുന്ന ആളുകൾ പകരം ഒന്നും വയ്ക്കാതെ പലപ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. നിങ്ങൾ പകുതി ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. പഴയ പാത ദുർബലമാക്കുന്നത് ആദ്യപടി മാത്രമാണ്. അതിന് പകരം നിൽക്കാൻ മാത്രം ശക്തമായൊരു പുതിയ പാത നിങ്ങൾ നിർമ്മിക്കുകയും വേണം. പുതിയ പാതകൾ വേഗത്തിൽ വളരാൻ ചില കാര്യങ്ങൾ സഹായിക്കും. പഴയ ശീലം ചെയ്തിരുന്ന അതേ സമയത്ത് തന്നെ പുതിയ ശീലം ചെയ്യുക. പതിവായി ചെയ്യുക, ചെറുതായാലും. നിങ്ങളത് ചെയ്യുമ്പോൾ ഒരുതരം യഥാർത്ഥ പ്രതിഫലം നൽകുക. കണക്ഷൻ, ചലനം, വിശ്രമം, ആരോഗ്യകരമായ രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിന് ശരിക്കും നല്ലതായി തോന്നുന്ന എന്തും. ഒരു പ്രധാന കാര്യം കൂടി. ഒരു മോശം ദിവസം അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് നിങ്ങൾ ഇതുവരെ ചെയ്ത ജോലിയെ മായ്ച്ചു കളയില്ല. നിങ്ങളുടെ ബ്രെയിൻ 0ലേക്ക് റീസെറ്റ് ആകില്ല. നിങ്ങൾ നിർമ്മിച്ച പുതിയ പാത ഇപ്പോഴും അവിടെയുണ്ട്. ആ ദിവസം അല്പം ദുർബലമായതേയുള്ളൂ. നാളെ നിങ്ങൾക്ക് വീണ്ടും അതിലൂടെ നടക്കാം. ഇതാണ് റിക്കവറിയുടെ യഥാർത്ഥ കഥ. ഇത് പെർഫെക്റ്റ് ആകുന്നതിനെക്കുറിച്ചല്ല, ഇത് ആവർത്തനത്തെക്കുറിച്ചാണ്. നിങ്ങൾ പുതിയ പാത തിരഞ്ഞെടുക്കുന്ന ഓരോ ദിവസവും, ചെറുതായാണെങ്കിലും, നിങ്ങളുടെ ബ്രെയിൻ നിശബ്ദമായി നിങ്ങളുടെ പക്ഷത്ത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇതിൻ്റെ മധ്യത്തിലാണെങ്കിൽ ഇതറിയുക. നിങ്ങളുടെ ബ്രെയിൻ മാറാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. എപ്പോഴെങ്കിലുമല്ല, ഇപ്പോൾ തന്നെ നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ തെരഞ്ഞെടുപ്പിലൂടെയും. ഇത് നിങ്ങളുടെ തലയ്ക്കകത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചെങ്കിൽ കമൻറ്റിൽ പറയുക. പഴയ ശീലത്തിന് പകരം എന്തു വെക്കണമെന്ന് കൃത്യമായി അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അടുത്തതായി വരുന്നു.